Voice of Marketing, in touch with positive people. വെൽക്കം ടു ദ വോയിസ് ഓഫ് മാർക്കറ്റിംഗ്. വോയിസ് ഓഫ് മാർക്കറ്റിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ഗുഡ് പേഴ്സണാലിറ്റിയിലൂടെ എങ്ങനെ സെയിൽ ഗ്രോത്ത് ചെയ്യാം എന്നതായിരുന്നു നമ്മുടെ സബ്ജക്റ്റ്. അതുമായി ബന്ധപ്പെട്ട് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മുടെ ഡിസ്കഷൻ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ശരിയല്ലേ? ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണ്, വർക്കേഴ്സാണ് അല്ലേ? അവരുടെ ആറ്റിറ്റ്യൂഡ് ബെറ്റർ ആണെങ്കിൽ ആ സ്ഥാപനത്തിൽ സക്സസ് ഉണ്ടാകും. അങ്ങനെ ബെറ്റർ ആകണമെങ്കിൽ അവിടെയുള്ള എംപ്ലോയറും വളരെ സപ്പോർട്ടായിരിക്കണം. ആ ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് വേണ്ടി പൂർണ്ണ മനസ്സോടെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നവരായിരിക്കും ആ സ്ഥാപനത്തിൻ്റെ എംപ്ലോയർ. സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എംപ്ലോയർ ആഗ്രഹിക്കുന്നത് ഇത് 1 by 1 ആയിട്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗ്രോത്തിലേക്ക് കുതിച്ചുയരണം എന്ന് തന്നെയായിരിക്കും. അയാളുടെ ഡ്രീം അതായിരിക്കും. കാരണം ഈ സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ ഗ്രോത്തിലേക്ക് കയറാൻ എംപ്ലോയിയെ കൈപിടിച്ച് ഒന്നിച്ച് കയറി പോകാൻ കഴിഞ്ഞിരിക്കണം. അങ്ങനെ കഴിയണമെങ്കിൽ മുന്നിൽ നടക്കേണ്ടത് ആ സ്ഥാപനത്തിൻ്റെ എംപ്ലോയർ തന്നെയാണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള ആ ഒത്തൊരുമയും കൂട്ടായ്മയും, ആ കൂട്ടായ്മയിലൂടെ പടുത്തുയർത്തേണ്ട ആ ഒരു ലക്ഷ്യബോധം തന്നെയാണ്. ഇങ്ങനെയുള്ള ലക്ഷ്യബോധം കൈവരിക്കുമ്പോഴാണ് ഒരു സ്ഥാപനം സക്സസ് ആകുന്നത്, ആ സ്ഥാപനം പ്രോഫിറ്റിലേക്ക് കുതിച്ച് കയറാൻ തുടങ്ങുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒത്തൊരുമ, കൂട്ടായ്മ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതിൻ്റെ ഗുണം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെയാണ്. ഒരു സ്ഥാപനം സക്സസ് ആകുമ്പോൾ എന്തുമാത്രം എംപ്ലോയീസിന് തൊഴിലവസരങ്ങൾ അവിടെ കൂടുന്നുണ്ട്. ഒരു സ്ഥാപനം സക്സസ് ആകണമെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ എംപ്ലോയിക്കും എംപ്ലോയർക്കും ക്ഷമയുണ്ടായിരിക്കണം. വളരെ ഹമ്പിളായിട്ട് കസ്റ്റമറോട് ഇടപഴകാൻ പറ്റണം. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കണം എല്ലാ മനുഷ്യരും. ഈ ലോകത്ത് എല്ലാവരും ശ്രമിക്കേണ്ടത്, പ്രത്യേകിച്ച് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് സൂക്ഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആയിരിക്കണം. എങ്ങനെ ഒരാൾക്ക് എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആകാം? നമുക്ക് ചെയ്യുന്ന ജോലി വളരെ സിൻസിയറായിട്ട് ഏറ്റെടുക്കുക, ചെയ്യുന്ന കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അതിനോട് ഡെഡിക്കേഷൻ, അർപ്പണബോധത്തോടെ ആ കാര്യം ഏറ്റെടുത്താൽ അത് സക്സസ് ആക്കാൻ സാധിക്കും. അർപ്പണബോധത്തോടെ ആ കാര്യം ഏറ്റെടുത്ത് നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആവും. എന്ത് കാര്യത്തിലും ആരും സക്സസ് ആയിരിക്കുന്നത് അതിൽ കാണിക്കുന്ന ഡെഡിക്കേഷനാണ്, അർപ്പണ മനോഭാവമാണ്, സിൻസിയറിറ്റിയാണ്. ആ രീതിയിൽ ഒരു പ്രവൃത്തി ഏറ്റെടുത്താൽ അതിൽ സക്സസ് ആക്കാൻ സാധിക്കും. എക്സ്ട്രാ ഓർഡിനറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായിരിക്കണം. ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ നമുക്ക് ഉണ്ടായിരിക്കണം. അത് സ്വയം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്, ശ്രമിച്ചാൽ നടക്കുന്നതാണ്. അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? എല്ലാ കാര്യത്തിലും ഒരു എക്സ്ട്രാ ഓർഡിനറി ആകാൻ നമ്മൾ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ചെയ്യുന്ന ജോലി മാക്സിമം എഫക്റ്റീവായിട്ട് അത് ചെയ്യുക. അതിൽ തോൽക്കാൻ പാടില്ല, ഞാൻ ജയിച്ച് തന്നെ നിൽക്കണം എന്നുള്ള മനോഭാവത്തോടെ നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ നമ്മൾ സക്സസ് ആയിരിക്കും, നമ്മൾ വിജയിച്ചിരിക്കും. ഒരു ചെറിയ കാര്യം പറയട്ടെ, ഒരു ചെറിയ കുഞ്ഞു കഥ പറയാം. കുതിരകളെ വളരെ ഇഷ്ടപ്പെടുന്ന അശോകേട്ടന് 3 കുതിരകളുണ്ട്. ആദ്യത്തേതിൻ്റെ പേര് റോസാപ്പൂ, രണ്ടാമത്തേതിൻ്റെ പേര് ചെമ്പകപ്പൂ, മൂന്നാമത്തേതിൻ്റെ പേര് ഇലഞ്ഞിപ്പൂ. ഇലഞ്ഞിപ്പൂ എന്ന് കേട്ടിട്ടുണ്ടോ? നല്ല സുഗന്ധമാണ് അത് ചെമ്പകത്തേക്കാൾ വളരെ ഉയരത്തിൽ വളരുന്ന ഒരു വൃക്ഷം കൂടിയാണ്. അപ്പോൾ ഈ 3 കുതിരകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. വളരെയധികം സ്നേഹത്തോടെയാണ് അശോകേട്ടൻ ഈ 3 കുതിരകളെ കൊണ്ടു നടക്കുന്നത്. ഈ 3 കുതിരകളെ ഒരേപോലെയാണ് അശോകേട്ടൻ കാണുന്നത്. റോസാപ്പൂവിന് വേറൊരു സുഗന്ധം, ചെമ്പകപ്പൂവിന് വേറൊരു സുഗന്ധം, ഇലഞ്ഞിപ്പൂവിന് വേറൊരു സുഗന്ധമാണെങ്കിൽ പോലും ഈ 3 കുതിരകളെ അത്രമാത്രം സ്നേഹത്തോടെയാണ് അശോകേട്ടൻ കൊണ്ടു നടക്കുന്നത്. അത്രമാത്രം 3 ഇഷ്ടമാണ് അശോകേട്ടൻ്റെ ഈ 3 കുതിരകളുടെ പ്രത്യേകത. ഇത് ഒരേ വേഗത്തിൽ ഓടുന്ന കുതിരകളാണ്. ഈ ഒരേ വേഗത്തിൽ ഈ 3 കുതിരകൾ ഒരു ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഈ 3 കുതിരകളും ഒരേ വേഗത്തിൽ ഓടുന്ന കുതിരകളാണെങ്കിൽ ഇവർ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഇവർ വിജയിക്കുന്നതും റിബണിൽ തൊടുന്നതും ഒരേപോലെ തന്നെ ആയിരിക്കും അല്ലേ? ഒരേപോലെ തന്നെ ആയിരിക്കണമല്ലോ.
അപ്പോൾ മത്സരം തുടങ്ങുകയായി. 3 കുതിരകളും റെഡിയായിട്ട് നിൽക്കുകയാണ് മത്സരത്തിൽ ഓടാൻ വേണ്ടിയിട്ട്. 3 കുതിരകളും ഇതാ ഓടിക്കഴിഞ്ഞു. വളരെ വേഗത്തിൽ സ്ട്രോങ് ആയിട്ട് 3 കുതിരകളും പറക്കുകയാണ്. ആ വേഗതയിലാണ് 3 പേരും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു 2-3 മിനിറ്റുകൾ കഴിഞ്ഞാൽ ഇവരുടെ തല റിബണിൽ തൊടും. ആ വേഗത്തിൽ ഇവർ പറന്നുകൊണ്ടിരിക്കുകയാണ്. അശോകേട്ടൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആൾക്കാരും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കുതിര, റോസാപ്പൂ കുതിര എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള കുതിര, ചാടി കഴുത്തങ്ങോട്ട് നീട്ടി. പക്ഷേ റിബണിൽ തൊടാൻ സാധിച്ചില്ല. രണ്ടാമത്തെ കുതിര ഏതാ? നമ്മുടെ ചെമ്പകപ്പൂ കുതിര. ചെമ്പകപ്പൂ കുതിര ചാടി നന്നായിട്ട് തല നീട്ടി, ഒപ്പം കഴുത്തും നീട്ടി. റിബണിൽ തൊടാൻ സാധിച്ചില്ല. നമ്മുടെ 3ാമത്തെ ഓട്ടക്കാരൻ കുതിര, ഇലഞ്ഞിപ്പൂ കുതിര ചെയ്തത് കഴുത്ത് നീട്ടി, തല നീട്ടി, ഒപ്പം നാക്കുകൂടി നീട്ടി റിബണിൽ തൊട്ടു. ഈ റോസാപ്പൂ എന്ന കുതിരയും ഈ ചെമ്പകപ്പൂ എന്ന കുതിരയും ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായി എക്സ്ട്രാ ഓർഡിനറി ഒരു പ്രവർത്തനം അവിടെ ഈ ഇലഞ്ഞിപ്പൂ കുതിര കാഴ്ചവെച്ചു. ഈ 2 കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് വിജയിക്കേണ്ടതാണ്. പക്ഷേ അതിനേക്കാൾ വേഗത്തിൽ ഈ 3 കുതിരകളും ഓരോ രീതിയിൽ ഓരോ ലെവലിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 2 കാര്യങ്ങളും അവർ ചെയ്യുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് 1 സെക്കൻഡ് കൊണ്ട് ഈ നാക്ക് നീട്ടുക എന്നുള്ളൊരു പ്രവൃത്തി നമ്മുടെ ഇലഞ്ഞിപ്പൂ കുതിര ചെയ്ത കാരണം അവിടെ ഇലഞ്ഞിപ്പൂ കുതിര വിജയിച്ചിരിക്കുന്നു. ജോലി സ്ഥലത്തായാലും നമ്മുടെ പെർഫോമൻസിലായാലും നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയി മാറണം. സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായിരിക്കണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചിന്തിക്കാനും ആ രീതിയിൽ പ്രവർത്തിക്കാനും നമുക്ക് സാധിച്ചിരിക്കണം. ആ ഒരു മോമെൻറ്റിൽ, ആ ഒരു നിമിഷത്തിൽ നമുക്ക് സക്സസ് ആവാൻ എന്താണ് ചെയ്യാൻ സാധിക്കുക? വകഞ്ഞു മാറ്റി നമ്മൾ മുന്നോട്ട് കുതിച്ചുയരാൻ ഉള്ള പുതിയ വഴികൾ എന്തെന്ന് കണ്ടെത്തേണ്ടത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിലായാലും മാർക്കറ്റിങ്ങിലായാലും സെയിൽസിലായാലും അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ നമുക്കുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഒരു സെയിൽസ് പേഴ്സണ്, ഒരു മാർക്കറ്റിംഗ് പേഴ്സണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സെയിൽ ക്ലോസ് ചെയ്യുന്നതിന് ആ മോമെൻറ്റിൽ, ആ നിമിഷത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള ചെറിയൊരു ആശയങ്ങളായിരിക്കാം, ചെറിയൊരു മാർക്കറ്റിംഗ് ഐഡിയ ആയിരിക്കാം. കസ്റ്റമറെ ഫോക്കസ് ചെയ്ത് ഇരിക്കുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി ആയ കാര്യം പറയാനുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് നമ്മൾ വളരുക തന്നെ ചെയ്യും. ചെയ്യുന്ന ജോലിയോട് ആദ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഡെഡിക്കേഷൻ, ആ ആത്മാർത്ഥത, ആ സമർപ്പണ ബോധം ഉണ്ടായാൽ നമ്മൾ വിജയിച്ചിരിക്കും. ഈ ലാസ്റ്റ് നിമിഷത്തിൽ എൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ലാസ്റ്റ് മൊമെൻറ്റ് 2 ദിവസമുള്ളൂ, 3 ദിവസമുള്ളൂ, എൻ്റെ ടാർഗറ്റിലേക്ക് ഞാൻ കയറാൻ ഈ നിമിഷം എങ്ങനെ പ്രവർത്തിക്കണം? സക്സസ്സിലേക്ക് എത്താൻ ഇനി ഞാൻ എൻ്റെ വഴികൾ ഏത് തിരഞ്ഞെടുക്കണം? എങ്ങനെ എനിക്ക് എൻ്റെ സക്സസ്സിലേക്ക് എത്താൻ പറ്റും? എൻ്റെ ടാർഗറ്റിലേക്ക് എത്താൻ പറ്റും? വിജയത്തിലേക്കുള്ള പാത ഇനി എങ്ങനെ ഞാൻ നയിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഈ ഇലഞ്ഞിപ്പൂ കുതിരയെ ഓർക്കുക. നെക്സ്റ്റ് എപ്പിസോഡിൽ ആറ്റിറ്റ്യൂഡിൻ്റെ മറ്റൊരു ഏരിയയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.